സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വരുൺ നടന്ന് ഫിദയുടെ വീട്ടിലേക്ക് എത്തുവാണ് കേട്ടോ. ഈ സമയം ആരതി മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. അന്നേരം നടന്നു വരുന്ന വരുണിനെ കണ്ടു ശ്രദ്ധിക്കണേ. അല്ല, എന്ത് വെച്ച് വരും നടന്നു വരുന്നത്? കാർ എടുത്തില്ലേ? ഇല്ല, കാറ് ഞാൻ കുറച്ച് നീക്കി പുറത്തവിടെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. എപ്പോഴാണ് രാധിക ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇനി രാധിക വരുമ്പോൾ എന്നെ കണ്ട ആകെ പ്രശ്നമാവില്ലേ? നമ്മുടെ പ്ലാനൊക്കെ പൊളിയില്ലേ? അത് കാരണമാണ് റിസ്ക് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കാറ് കുറച്ച് ദൂരെ പാർക്ക് ചെയ്തത്. അന്നേരം ആരതി പറയണേ, അത് നല്ലതാ, പക്ഷേ രാധിക കുറച്ച് മുമ്പേ വന്നിട്ട് പോയായിരുന്നു. രാധികയുടെ മനസ്സിൽ ശ്യാമമ്മയുടെ തൻ്റെ അമ്മയാണോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ കുഴപ്പമെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ എടുത്തടിച്ച പോലെ രാധികയുടെ മറുപടി വന്നു. അത് രാധികയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന്. അങ്ങനെ എങ്ങാനും ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്യാമമ്മയുടെ പോലും രാധിക വെറുത്തു പോകുമെന്ന്. അത് കേൾക്കുന്നത് വരുൺ പറയണേ, അയ്യോ, അതറിഞ്ഞു കഴിഞ്ഞാൽ ശ്യാമമ്മയുടെ കൂടുതൽ സങ്കടമാവില്ലേ? അതെ, ചെറിയമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് രാധിക പറഞ്ഞത്. ആളാണെങ്കിൽ അറിഞ്ഞപ്പോൾ തൊട്ട് ആകെ ഡൗണാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ ശ്യാമയും അമൃതയൊക്കെ അങ്ങോട്ടേക്ക് വിടുന്നത്. ശ്യാമ ഫിദയുടെ വേഷത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അന്നേരം അമൃത കേൾക്കണേ, വരണോ? മാഡം, ഞാനിവിടെ രാധിക വന്ന കാര്യമൊക്കെ അറിഞ്ഞു. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ സങ്കടത്തിലാണല്ലേ ശ്യാമ മാഡം? പിന്നല്ലാതെ രാധിക നമ്മൾ പോയപ്പോൾ തൊട്ട് ഓരോന്നാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അന്നേരം ആരതി പറയുന്നുണ്ട്, പിന്നെ അത് രാധിക പോയതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ ചില ന്യൂസ് ചാനലിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ശ്യാമ മാഡം ആദ്യമായിട്ട് മീഡിയ പ്രവർത്തകരുടെ മുമ്പിൽ എത്താൻ പോകുമല്ലേ? അവരത് പ്രൈം ടൈമിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുവാണ്. ഞാൻ C5കാരോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി ലൈവായിട്ട് തന്നെ ശ്യാമ മാഡമൊത്തുള്ള ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യാൻ അവർ സമ്മതിച്ചിരിക്കുകയാണ്. അവരും അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ്. ശ്യാമ മാഡം തന്നെ നേരിട്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തുറന്നു പറയുന്നു. ഇപ്പോൾ തന്നെ രാധികയുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ശ്യാമ മാഡം തൻ്റെ അമ്മയാണോ അതോ അല്ലയോ? അങ്ങനെയുള്ള സംശയങ്ങളുടെ നടുവിലാണ് രാധിക ഇപ്പോൾ. അതിൻ്റെ ഇടയിൽ കൂടി ശ്യാമ മാഡത്തിന് തുടർന്നു പിടിച്ചിലും കൂടി ആകുമ്പോഴേക്കും രാധികയ്ക്ക് സ്വയം ഉൾക്കൊള്ളാൻ പറ്റും താൻ തന്നെയാണ് ശ്യാമ പ്രസവിച്ച മകളെന്ന്, തൻ്റെ അമ്മ തന്നെയാണ് ശ്യാമ മാഡം എന്ന്. അത് രാധിക സ്വയം ഉൾക്കൊള്ളുന്നതിനും ഈ ഒരു ഇൻ്റർവ്യൂ മൂലം സാധിക്കുകയും ചെയ്യും. അതേക്കുന്നത് വരുൺ പറയണേ, അത് കൊള്ളാം, അത് നല്ല ഐഡിയ തന്നെയാണ്. രാധികയുടെ മനസ്സിലേക്ക് നമ്മളായിട്ട് ഈ കാര്യം പറയുന്നതിൽ നല്ലത് അയാൾ സ്വയം മനസ്സിലാക്കിയെടുക്കുന്നതാ. അമ്മയുടെ കഥ മോള് കേൾക്കട്ടെ എന്നേ. അങ്ങനെ താൻ തെറ്റിദ്ധരിച്ചതുപോലെ ഇതുമല്ല ശ്യാമയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നും തൻ്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള തിരിച്ചറിവ് രാധികയ്ക്ക് വരണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യം എളുപ്പത്തിൽ നടക്കും. ആരതി മാഡത്തിൻ്റെ ആ ബുദ്ധി സമ്മതിച്ചേ പറ്റുള്ളൂ. ശ്യാമ മാഡം നോക്കിക്കോ, ഇതിലൂടെ രാധിക എത്രയും പെട്ടെന്ന് തന്നെ മാഡത്തിന് അംഗീകരിക്കും. അധികം വൈകാതെ തന്നെ സ്വന്തം അമ്മയെ തേടി രാധിക എത്തും. അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആയിരിക്കോട്ടോ രാധിക അവിടെ നിന്ന് നടന്നു വരുന്നത് അമൃത കാണുന്നത്. അയ്യോ വരുൺ, ദേ രാധിക വരുന്നു. ഇവിടെ വെച്ച് വരുണിനെ കണ്ട രാധികയ്ക്ക് സംശയം തോന്നും. നമ്മളെല്ലാവരും കൂടി ഒത്തുകൊണ്ടാണോ ഇതെല്ലാം ചെയ്യുന്നതെന്ന് രാധികയ്ക്ക് സംശയിക്കും. അത് ശരിയാ മാഡം പറഞ്ഞത്. തൽക്കാലം രാധിക എന്നെ കാണണ്ട. എന്നാൽ വരുൺ വേഗം അടുക്കളയിലേക്ക് ചെല്ല്. അങ്ങനെ വരുൺ അകത്തേക്ക് ഓടിച്ചെന്ന് അടുക്കളേൻ്റെ അവിടെ ഫ്രിഡ്ജിൻ്റെ അടുപ്പേ മറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം രാധിക അങ്ങോട്ടേക്ക് കയറി ചെല്ലണേ. ഫിദ മാഡം ഉണ്ടായിരുന്നോ? ഞാൻ മാഡത്തോടൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. ശ്യാമ മാഡത്തിൻ്റെ ജീവിതകഥ ഫിദ മാഡത്തിന് അറിയോ? ശ്യാമ മാഡം ഫിദ മാഡം കൂട്ടുകാരാണല്ലോ, അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. എനിക്കതറിയണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരം അമൃത ചോദിക്കണേ, ഫിദക്ക് ആ കാര്യങ്ങളറിയാം, പക്ഷേ ശ്യാമ പറഞ്ഞറിയുന്നത് തന്നെയല്ലേ കൂടുതൽ രസം. അല്ല, അതിപ്പോൾ എങ്ങനെയാ? അതിനൊരു വഴിയുണ്ടല്ലോ. ഇന്ന് ശ്യാമ മാഡത്തിൻ്റെ ഇൻ്റർവ്യൂ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ ജീവിതകഥ ശ്യാമ മാഡം ആദ്യമായിട്ട് തുറന്നു പറയാൻ പോകുവാണ്. അപ്പോൾ രാധികയ്ക്ക് അത് കണ്ടു കഴിഞ്ഞാൽ ശ്യാമ മാഡത്തിൻ്റെ കഥ എന്താണെന്ന് അറിയാമല്ലോ. സത്യമാണ് ഈ പറയുന്നത്. പിന്നല്ലാതെ ശ്യാമ മാഡം കുറച്ച് മുമ്പ് ഫിദ മാഡത്തെ വിളിച്ച് പറഞ്ഞതാണ്. ഞാനിത് എന്താണെങ്കിലും കാണും. എൻ്റെ മനസ്സിലുള്ള കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. പിന്നെ ഞാൻ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതായിരുന്നു. ആ സമയം ഒരു പരിചയമുള്ള ചേട്ടൻ പറഞ്ഞു വരുണിൻ്റെ വണ്ടി ഇവിടെ അടുത്ത് കിടക്കുന്നുണ്ടെന്ന്. ഞാൻ വന്ന് നോക്കിയപ്പോൾ ശരിയാണ്, വരുണിൻ്റെ വണ്ടി കണ്ടു. പക്ഷേ ആളെവിടെയൊന്നും കണ്ടില്ല. വരുൺ ഇങ്ങോട്ടാണോ വന്നത്? അല്ലല്ലോ, വരുൺ ഇങ്ങോട്ടൊന്നും വന്നില്ല. ആണോ? ഞാനെന്നാ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് രാധിക വരുണിൻ്റെ ഫോണിലേക്ക് വിളിക്കുവാണ് കേട്ടോ. ഈ സമയം വരുണിൻ്റെ ഫോൺ അകത്തുനിന്ന് ബെല്ല് ചെയ്യുന്നത് രാധിക കേൾക്കുക. വരുണിൻ്റെ ഫോണല്ലേ ഇറങ്ങിയത്. ഈ സമയം വരുണാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അമൃത പറയണേ, അല്ലല്ലോ, ഞങ്ങളൊന്നും കേട്ടില്ല. ഇതിൻ്റെ പിന്നിൽ കുറേ ഹിന്ദിക്കാർ പണിയെടുക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ആരെങ്കിലും ഫോൺ റിങ് ചെയ്ത് വെച്ചായിരിക്കും കേട്ടത്. അല്ലെന്നേ, അത് വരുണിൻ്റെ റിങ് തന്നെയാ. ഒന്നോട്ട് വിളിക്കാം. അങ്ങനെ പറഞ്ഞ് രാധിക വീണ്ടും വിളിക്കുവാണ്. ഈ സമയം വരുണിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയ കാരണം കോൾ പോകുന്നില്ല കേട്ടോ. രാധിക പറയണേ, വരുണിപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തല്ലോ. സത്യം പറ മാഡം, വരുൺ ഇവിടെ വന്നിട്ടില്ലേ? എന്നെ പറ്റിക്കാനായിട്ട് വരുൺ ഇവിടെ ഒളിച്ചിരിക്കുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ വരുൺ ഇവിടെ വീട്ടിൽ കയറി ഒളിച്ചിരിപ്പുണ്ടാവും. ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് രാധിക അകത്തേക്ക് കയറി ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ അവിടെയെല്ലാം പരിശോധിക്കുവാണ്.
ഈ സമയം രാധിക അടുക്കളയിലേക്കും വരുന്നുണ്ട്. അങ്ങനെ അടുക്കളയിലും ഫുള്ള് പരിശോധിക്കുവാണ് കേട്ടോ. അന്നേരം വരണാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ രാധികയുടെ കണ്ണിപ്പെടാതെ മറിഞ്ഞിരിക്കുവാണ്. അങ്ങനെ അവിടെയെല്ലാം നോക്കി വരൺ അവിടെയൊന്നും ഇല്ലെന്ന് വിചാരിച്ച് രാധിക പുറത്തേക്ക് വരുവാണ്. വരൺ ഇവിടെ ഒന്നുമില്ല, എന്നാലും വരണ്ടത് ഇവിടെ പോയതാ? അന്നേരം അമൃത പറയണേ, വരുണിനോട് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വന്നതായിരിക്കും, മറ്റെവിടെയെങ്കിലും പോയതായിരിക്കും. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാഡം? അന്നേരം ആരതി ചോദിക്കുന്നുണ്ട്, അല്ല രാധികെ, ഇന്ന് രാത്രിയുള്ള ഷാമ മാഡത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ് കാണില്ലേ? പിന്നെ കാണാതിരിക്കുമോ? അത് കാണണം എനിക്ക് എന്താണെങ്കിലും. അത് കണ്ടതിന് ശേഷം വേണം ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. എന്നാൽ ശരി മാഡം. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ നിന്നും പോകുവാണ്ടോ. അന്നേരം ആരതി ഷാമയോട് പറയുന്നുണ്ട്, അതെ രാധിക ആ ടെലികാസ്റ്റ് കാണാനായിട്ട് റെഡി ആയിരിക്കുവാണ്. അപ്പോൾ രാത്രിയിലെ ടെലികാസ്റ്റിന് വേണ്ടി ശരിക്കൊന്ന് പ്രിപ്പയർ ചെയ്തോ. മോള് കേൾക്കെ ജീവിതകഥ പറയാൻ പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക അങ്ങനെ ഷാമയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്ന് റോഡിലേക്ക് നടക്കുമ്പോൾ വരണിൻ്റെ വണ്ടി കാണുവാണ്ടോ. അന്നേരം വണ്ടീൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ വരൺ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടാവും. ഈ സമയം രാധിക ചോദിക്കണേ, അല്ല വരണിൻ്റെ വണ്ടി വിട്ടിട്ടിട്ട് വരണിത് എവിടെ പോയതായിരുന്നു? എടോ ഞാനേ വന്ന വഴിക്ക് ഡ്രസ്സിലൊരു അഴുക്കായി, പിന്നെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങാൻ പോയതാ. അല്ല എന്തു പറ്റി? ഒന്നുമില്ല. വരൺ ഫിദ മാഡത്തിൻ്റെ വീട്ടിൽ പോയോ? ഇല്ല. താന്താ അങ്ങനെ വെച്ചത്? ഒന്നുമില്ല, വണ്ടി ഇവിടെ കിടക്കുന്ന കണ്ടപ്പോൾ വരനോട് ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ഇല്ല വരുൺ, ഇന്ന് രാത്രി ഷാമ മാഡത്തിൻ്റെ ലൈവ് ആയിട്ടുള്ള ടെലികാസ്റ്റ് ടി വിയിലോട്ടെന്ന് ഷാമ മാഡം ആദ്യമായിട്ട് തൻ്റെ ജീവിതകഥ പറയാൻ പോകുക. ആണോ? അതിലിപ്പോൾ എന്താ ഇത്ര വിശേഷം? എന്താണെന്നോ? ഷാമ മാഡം നമുക്കറിയാവുന്ന ആളല്ലേ. മാത്രമല്ല ഷാമ മാഡം ഇതുവരെ ഒരു ടി വി ചാനലിലും ഇൻ്റർവ്യൂ മറ്റോ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അതെന്താണെങ്കിലും കാണണം. എടോ, ഇങ്ങനത്തെ സെലിബ്രിറ്റി പല പല ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കും, അതൊക്കെ കാണാൻ താനെന്തിനും ഇത്ര ത്രില്ലടിച്ചിരിക്കുന്നത്? വരൺ കണ്ടില്ലെങ്കിൽ വേണ്ട, എനിക്കെന്താണെങ്കിലും കാണണം, എനിക്ക് ആ കഥ അറിയണം. വരൺ വേഗം വണ്ടി എടുക്ക്. അങ്ങനെ പറഞ്ഞ് രാധികയും കൂടി വരൻ്റെ ഒപ്പം കാറിൽ കയറുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കയും മുത്തശ്ശി ശരത്തും കൂടി അവിടെ സെറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ സമയം അവർക്ക് നേരത്തെ ജ്യൂസ് കൊടുത്ത് മുത്തശ്ശിയായിട്ട് തട്ടിക്കയറിയ പയ്യനുണ്ടല്ലോ, അയാളെ കാണാനായിട്ട് ഒരാൾ വരുന്നുണ്ടാകും. അങ്ങനെ അവർ കുറച്ചങ്ങോട്ട് മാറി എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുകയും ആ വന്നാൾ ആ പയ്യൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം സുകുമാരി ശ്രദ്ധിക്കുന്നുണ്ട്. ഈ സമയം സുകുമാരി ഈ കാര്യങ്ങളെല്ലാം ശരത്തിനോട് പറയണേ, എടാ അവിടെ ആ ചായയൊക്കെ കൊടുക്കുന്ന പയ്യനുണ്ടല്ലോ, അവൻ വേറൊരുത്തരുമായിട്ട് എന്തോ രഹസ്യമായിട്ട് സംസാരിക്കുകയും എന്തോ ഒരു പൊതി മറ്റവന് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടു. അന്നേരം ശരത്ത് പറയണേ, എൻ്റെ മുത്തശ്ശി അതല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, അവനോടൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. അത് ചിലപ്പോൾ വല്ല മയക്കുമരുന്നോ മറ്റോ ആയിരിക്കും. ഇവന്മാരെ പോലുള്ള പിള്ളേർക്കിടയിൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലോ. അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ അവനോടൊന്നും പോയി വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കിയെന്ന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ശരത്ത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം മുത്തശ്ശി പറയണേ, ഇവനങ്ങ് വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇവനൊരു പണി കൊടുക്കണമെന്ന് നേരത്തെ തന്നെ വിചാരിച്ചതാ, ഇത് തന്നെ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിച്ചൂടെ? അന്നേരം പ്രിയങ്ക പറയണേ, ശരിയാ മുത്തശ്ശി, അവൻ നമ്മളെ പഠിപ്പിക്കാൻ വന്നതല്ലേ, അപ്പോൾ അവനും ഒരു നല്ല പണി തന്നെ കൊടുക്കണമല്ലോ. ഈ വിവരമേ നാർക്കോട്ടിക്സുകാരെ വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം വന്ന് ഇവനെ കൈയോടെ തൂക്കിയെടുത്ത് പൊക്കിക്കൊണ്ട് പോകും. എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം, നീ ഇപ്പം തന്നെ വിളിക്കുമോളെ. ഈ സമയം പ്രിയങ്ക ചോദിക്കണേ, മുത്തശ്ശിക്ക് ഇവ മാത്രമല്ലോ ശത്രുവായിട്ടുള്ളത്, അവളും മുത്തശ്ശിയുടെ ശത്രു തന്നെയല്ലേ? അങ്ങനെ ആ ഹീറോയിനെ കാണിച്ചുകൊണ്ട് പ്രിയങ്ക പറയണേ. എന്നിട്ട് പറയണേ, രണ്ടുപേർക്കും കൂടി ഒരുമിച്ചൊരു പണി കൊടുത്താലോ? അതെങ്ങനെ? അവളുടെ ഫോണില്ലേ അവിടെ വെച്ചിട്ടാണ് അവൾ ഷൂട്ടിങ്ങിന് പോയേക്കണേ. അവളുടെ ഫോണിൽ നിന്ന് നർക്കോട്ടിക്സ് ടീമിന് ആ മെസ്സേജ് അയക്കുന്നു. അങ്ങനെ അവരിവിടെ വരുമ്പോഴേക്കും അവൻ്റെ കയ്യിൽ ഇപ്പോൾ ആ മരുന്ന് കണ്ടില്ലെങ്കിൽ തന്നെ കള്ളത്തരം വിളിച്ച് പറഞ്ഞാൽ ഇവളുണ്ടല്ലോ, ഇവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഏതായാലും നമുക്ക് ഗുണമല്ലേ? അത് കൊള്ളാം മോളെ. എന്നാൽ പിന്നെ നീ വേഗം വാ. അങ്ങനെ പറഞ്ഞ പ്രിയങ്കയും മുത്തശ്ശിയും കൂടി പമ്മിപ്പോയി അവരുടെ ഫോൺ എടുത്ത് ആ ഫോണിൽ നിന്ന് തന്നെ നാർക്കോട്ടിക്സ് ടീമിന് ഇൻഫർമേഷൻ കൊടുക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ഉർവശിയും കൽപ്പനയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അന്നേരം ഉർവശി വരണേ, എന്നാലും ആ ഷാമ്യം രാധിക തമ്മിലുള്ള സാമ്യം അത് നമുക്ക് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. രണ്ടുപേരെയും കാണാൻ ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. ഇനി എല്ലാവരും പറയുന്നത് പോലെ ശ്യാമമ്പടത്തിൻ്റെ മകളെങ്ങാനും ആയിരിക്കും ഈ രാധിക. എൻ്റെ ചെറിയമ്മേ ഒന്ന് പോകുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെയൊന്നും ആയിരിക്കില്ലെന്നേ. അല്ല, ആ രാധികയുടെ കാര്യം ആയതുകൊണ്ട് കൽപ്പനെ പറയാൻ പറ്റില്ല. അവൾക്ക് കണ്ണടച്ച് തുറക്കുമ്പോഴല്ലേ ഭാഗ്യം കിട്ടുന്നത്. ഇതുപോലെ ആരോരും ഇല്ലാതെ വളർന്ന കൊച്ചുങ്ങളൊക്കെ പിന്നീട് വലിയ വലിയ ആൾക്കാരുടെ മക്കളായി മാറിയ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. നീ ചെറിയമ്മേ നീ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ. അങ്ങനെ സംഭവിച്ചാലുണ്ടല്ലോ ആ രാധിക തന്നെ നമ്മുടെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ചെടുക്കും. ആ മുത്തശ്ശിയും കൂട്ടി നിൽക്കുമോ ഇനി? ഈ സമയം ഉറച്ചു വരണേ, അങ്ങനെയും കൂടി സംഭവിച്ചു കഴിഞ്ഞാലേ പിന്നെ നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ ഇവൾക്ക് ആവശ്യത്തിലധികം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്. ഇനി അവരും കൂടി വന്നാൽ തീർന്നു. നമ്മൾ ആ രാധികയ്ക്ക് പണിയെടുക്കാൻ ഏതെല്ലാം മാർഗങ്ങളിലൂടെ ശ്രമിച്ചു, എന്നാൽ എല്ലാ പണിയും ഇപ്പം വിജയിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും അത് നമുക്കെതിരെ തിരിഞ്ഞു കൊത്തുന്നത്. അന്നേരം
കൽപ്പന പറയണേ ശരിയാ, ആ പ്രിയങ്കി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ പണി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവൾ പോലും ഇല്ലാതായി പോയല്ലോ. അന്നേരം ഉർവശി പറയുന്നുണ്ട്, രാധിക നമുക്ക് ശല്യോ, അത് സത്യം തന്നെയാ. പക്ഷെ ആ പ്രിയങ്ക ഉണ്ടല്ലോ, അവളെ അതിലും വലിയ വിഷയത്താണ്. അവളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാ ചെയ്യുന്നത്. ചന്ദ്രേട്ടൻ ഇപ്പോഴും ജയിലിൽ കിടക്കാൻ കാരണം അവളല്ലേ. അന്നേരം കൽപ്പന പറയണേ, എന്താണെങ്കിലും അവൾ കാരണം നമുക്ക് ഉപകാരമല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഈ രാധികേനെയും വരുണിനെയൊക്കെ ഉപദ്രവിക്കാൻ അവൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് അവളൊന്ന് വിളിക്കാം. അങ്ങനെ പറഞ്ഞ കൽപ്പന പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ. പ്രിയങ്ക, എന്താ രണ്ടുപേരും എന്നെ വിളിച്ചത്? എന്നെക്കുറിച്ച് ഇപ്പോൾ ഓർത്തേ ഉള്ളൂ. അങ്ങനെയുള്ള പല്ലവിയൊന്നും വേണ്ട കേട്ടോ. എന്തിനാ വിളിച്ചെന്നുള്ള കാര്യം പറ. അല്ല പ്രിയങ്കി, നീ ഇപ്പോൾ എവിടെയാ? വരുണിനോടും രാധികയോടുള്ള പ്രതികാരത്തിൻ്റെ കാര്യമൊക്കെ മറന്നോ? അതൊക്കെ വിട്ടിപ്പോൾ അടങ്ങിയൊതുങ്ങി നിൽക്കുവാണോ നീ? അന്നേരം പ്രിയങ്ക പറയണേ, അതെ, ഞാൻ ഒരിക്കലും എൻ്റെ പ്രതികാരം അങ്ങനെ കെട്ടിപ്പൊട്ടി വെക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആഞ്ഞടിക്കേണ്ട സമയത്ത് ഞാൻ ആഞ്ഞടിച്ചിരിക്കും. ഞാനൊരു കാര്യം ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ, അത് നേടിയെടുത്തിരിക്കും. ഇപ്പോൾ ഞാൻ എവിടെയുള്ളതെന്നറിയോ? സിനിമ ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ ഞാൻ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. എന്നാണെങ്കിലും നിങ്ങൾ വിളിച്ച സമയം കൊള്ളാം. ഇന്നിവിടെ വലിയൊരു സംഭവം നടക്കും. എന്നെ മുത്തശ്ശീനെയും മര്യാദ പഠിപ്പിക്കാൻ വന്ന ഒരുത്തനിട്ട് ഞങ്ങൾ ഇന്നിവിടെ ഒരു പണി കൊടുക്കാൻ പോകുവാണ്. എന്താണെങ്കിലും നിങ്ങൾ വിളിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ കാഴ്ച ലൈവായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. കുറച്ചു നേരം കഴിയുമ്പോഴേ ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം ഇവിടെ നടക്കും. അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഏട്ടത്തിയുടെ ഫോണിലേക്ക് വിളിപ്പിക്കാം. അന്നേരം ഏട്ടത്തി കോൾ എടുത്താൽ മാത്രം മതി. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കാണാം. അതെ, അക്കാണിമംഗലത്തുള്ള എല്ലാവരും വിളിച്ച് കാണിച്ചു കൊടുക്കണം. ഈ പ്രിയങ്കയെ എതിർത്താൻ നിന്ന് കഴിഞ്ഞാലേ എങ്ങനെയാണ് ഞാൻ പണിയെടുക്കാൻ പോകുന്നതെന്ന് അവിടെയുള്ളവരും കൂടി ഒന്ന് കണ്ടിരിക്കട്ടെ. അതൊക്കെ വേണോ പ്രിയങ്കയെ? വേണം. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത കാര്യം ഇവിടെ നടക്കും. അന്നേരം ഞാൻ ഏട്ടത്തിനെ വിളിക്കാം. ഏട്ടത്തിയെ അവിടെയുള്ള എല്ലാവരും ഒന്ന് റെഡിയാക്കി നിർത്തിയേക്ക്. എല്ലാവരും ആ കാഴ്ച കാണണം. അങ്ങനെ പറഞ്ഞ പ്രിയങ്ക ഫോൺ കട്ട് ചെയ്യുവാണ്. എന്നിട്ട് പറയണേ, എന്തൊക്കെ പറഞ്ഞാലും ആരുടെ ദുഷ്ടത്തെയാണെങ്കിലും കൃത്യസമയത്ത് ആൾ വിളിച്ചത് കണ്ടോ, അത് ഉപകാരമായി. ഈ പ്രിയങ്കയുടെ വില എന്താണെന്ന് കടമംഗലത്തുള്ളവർ അറിയട്ടെ. അന്നേരം അതെല്ലാം കേട്ട് ഉർവശി വരണേ, ഇവളിത് എന്ത് കാണിക്കാനാണ് പോകുന്നത്? എന്താണെങ്കിലും നമുക്ക് വിളിക്കാൻ ചെറിയാമേ. അഥവാ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ തന്നെ നാണം കിടുന്നതാരാ? പ്രിയങ്കയല്ലേ, നമ്മളല്ലല്ലോ. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക വിളിച്ചു പറഞ്ഞതനുസരിച്ച് ആ നാർക്കോട്ടിക്സ് ടീം അവിടെ എത്തുവാണ് കേട്ടോ. അങ്ങനെ അവർ ഡയറക്ടറിനോടും പ്രൊഡ്യൂസറിനോടും സംസാരിക്കുവാണ്. ഈ ലൊക്കേഷനിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാം സെർച്ച് ചെയ്യണം. പിന്നാലെ തന്നെ പോലീസുകാർ എത്തുന്നുണ്ട്. അതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് പ്രിയങ്കയും മുത്തശ്ശിയൊക്കെ. അന്നേരം മുത്തശ്ശി പറഞ്ഞേ, തൽക്കാലം അവരവരുടെ പണി ചെയ്യട്ടെ, നമുക്കിവിടെ നിന്ന് അങ്ങ് മാറി നിന്നേക്കാം. അങ്ങനെ പറഞ്ഞ് അവർ കുറച്ചങ്ങ് മാറി കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുവാണ്. ഇതേസമയം പോലീസിനെയും നാർക്കോട്ടിക് ടീമിനെയും കാണുന്നതും ആ ചായയൊക്കെ വിൽക്കുന്ന പയ്യനുണ്ടല്ലോ, അവനാകെ പേടിക്കുവാണ്. തൻ്റെ കയ്യിലുള്ള മയക്കുമരുന്ന് എങ്ങനെയെങ്കിലും കയ്യിൽ നിന്ന് മാറ്റണം എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന ഒരു ബാഗിൻ്റെ ഉള്ളിലേക്ക് ആ മയക്കുമരുന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് പോലീസുകാരും നാർക്കോട്ടിക്സ് ടീമും അവിടെയെല്ലാം പരിശോധിക്കാൻ വരുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. അങ്ങനെ പ്രൊമോയിൽ കാണിക്കുന്നത് അവിടെയുള്ള എല്ലാവരുടെയും ബാഗുകളും മറ്റു സാധനങ്ങളൊക്കെ പരിശോധിക്കുവാണ് കേട്ടോ. ആ ചെക്കൻ്റെ ബാഗും സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നൊന്നും മയക്കുമരുന്ന് കിട്ടുന്നില്ല കേട്ടോ. പിന്നീട് പ്രിയങ്കയുടെ സാധനങ്ങളും പരിശോധിക്കുവാണ്. അങ്ങനെ പ്രിയങ്കയുടെ ബാഗിൽ നിന്നും മയക്കുമരുന്നിൻ്റെ പൊതി കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. അന്നേരം അതുകൊണ്ട് പ്രിയങ്കയും മുത്തശ്ശി തന്നെ ഞെട്ടിത്തെറിച്ച് ഷോക്കായി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം പോലീസ് ചോദിക്കുന്നുണ്ട്, അത് ശരി, അപ്പോൾ സിനിമാ ലൊക്കേഷനിലൊക്കെ മയക്കുമരുന്ന് വിൽക്കുന്നത് മുത്തശ്ശിയും കൊച്ചുമോളും ചേർന്നാണല്ലേ? രണ്ടിനെയും പിടിച്ച് അകത്തിടുക വേണ്ടത്, രണ്ടിനെ ഇനി പുറലോകം കാണിക്കരുത്. അങ്ങനെ പറഞ്ഞ പ്രിയങ്കേനെയും മുത്തശ്ശീനെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുവാണ്. ഈ സമയം പ്രിയങ്ക കാണിക്കാൻ വെച്ച ഭയങ്കര സംഭവം കാണിക്കാനായിട്ട് പ്രിയങ്ക ശരത്തിനെ ഫോൺ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ ശരത്ത് ലൈവായിട്ട് തന്നെ അവിടെ നടന്ന കാര്യങ്ങൾ കൽപ്പനേനെയും ഉർവശിനെയും കടമംഗലത്തുള്ള എല്ലാവരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയൊക്കെ. ഈ സമയം ഉർവശി കൽപ്പനയോട് പറയണേ, പണത്തിനല്ലെങ്കിൽ അവൾക്ക് അത്യാവശ്യം ഉണ്ടായല്ലോ, എന്നാലും ഈ ഒരു മാർഗത്തിലൂടെയാണ് അവൾ പണം കണ്ടെത്താൻ നോക്കിയത്. ഇനിയിപ്പോൾ മയക്കുമരുന്നും കേസും മറ്റുമൊക്കെ ആയിട്ട് മുത്തശ്ശിക്കും കൊച്ചുമോൾക്കും ഇനിയുള്ള കാലം ജയിലിൽ കിടന്ന് അഴിയണം. അപ്പോൾ ഈ ഒരു സീനൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്